നമുക്ക് വന്ന കുറച്ച് മെസ്സേജുകൾ ഉണ്ടായിരുന്നു, കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ കൂടിയിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. കുറേയൊന്നും ഇല്ല, എന്നാലും കുറച്ച് സംശയങ്ങളും കുറച്ച് കാര്യങ്ങളും ഇതിനെ പറ്റിയിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇതില് ബിസിനസ്സിലോട്ട് കടന്നു വന്നതെന്നും എങ്ങനെയാണ് ഇപ്പൊ ഇത് ചെയ്യുന്നതെന്നും വീട്ടമ്മമാരായ ഞങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട് കുറെ പേര് വിളിക്കലും മെസ്സേജൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊരു മറുപടി ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. എങ്ങനെ നമുക്ക് ഇപ്പൊ ഞാൻ ചെറിയൊരു രീതിയിൽ തുടങ്ങിയതാണ് ഈ ഒരു ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് സോപ്പ് ഉണ്ടാക്കി. എന്റെ ഫ്രണ്ട്സ് ആണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. ഫ്രണ്ട്സ് കുറെ വാങ്ങിച്ചും അത് സാരില്ല, നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, നീ ചെയ്യൂ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ നമുക്കൊരു ധൈര്യം കിട്ടുമല്ലോ, അപ്പൊ അടുത്തത് ചെയ്യാം, നന്നായി ഇനി ഒരെണ്ണം കൂടി ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മുടെ ഫെഡോറ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് 2 വാക്ക് സംസാരിക്കാൻ വരെ പറ്റിയത് നിങ്ങൾ എല്ലാവരും തന്ന സപ്പോർട്ട് തന്നെയാണ്. അപ്പൊ എന്നെ പോലെ തന്നെ ഒരുപാട് സ്ത്രീകൾ ആഗ്രഹിക്കുന്നുണ്ടാവും എന്തെങ്കിലുമൊക്കെ ചെയ്ത് വീട്ടിൽ ഇരുന്ന് എന്തെങ്കിലും ഒരു വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നിനല്ല, നമുക്ക് ഒരു ചെറിയൊരു കാര്യമെങ്കിലും വീട്ടിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ മക്കളൊക്കെ ഉണ്ടാവും, മക്കളെ നോക്കാൻ ആളുകൾ ഉണ്ടാവില്ല, അപ്പൊ മക്കൾ ക്ലാസ്സിൽ പോകണം, അപ്പൊ അവരുടെ ഫുഡ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ചെയ്യണം. അപ്പൊ അതൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇന്ന് ബാക്കിയുള്ള സമയം കൊണ്ട് കുറച്ച് സമയം നമ്മുടെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു ഏർണിങ്സ് നമ്മളെ കൊണ്ട് സാധിക്കുമെങ്കിൽ അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ചെയ്ത് തുടങ്ങിയത് വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ്, അതായത് ഒരു 10 സോപ്പൊക്കെയാണ് നമ്മളിപ്പോ ഒരു മന്ത്ലി ചെയ്തിരുന്നത്. അവിടുന്ന് പിന്നെ അവര് ഫ്രണ്ട്സ് മാത്രമല്ല, ഫ്രണ്ട്സിന്റെ അവരുടെ റിലേറ്റീവ്സും അങ്ങനെ അവര് പറഞ്ഞു കുറെ പേര് വാങ്ങിച്ചു. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് കുറച്ച് പേര് അറിയാൻ തുടങ്ങിയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മലയാള മനോരമയുടെ പേപ്പറിൽ ഒരു ഫീച്ചർ വരുന്നത്, നമ്മുടെ പ്രൊഡക്റ്റ് അതായത് കഴുതപ്പാലിന്റെ സോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫീച്ചർ വരുന്നത്. ആ ഫീച്ചർ വന്നതിന് ശേഷം കുറെ പേര് എന്നെ അതായത് നെഗറ്റീവ് കമന്റ് ആയിട്ട് വന്നു, ഒരിക്കലും കഴുതപ്പാലിന്റെ സോപ്പ് കിട്ടില്ല, കഴുതപ്പാലില്ല, കഴുതയ്ക്ക് പാലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. പക്ഷെ അതും നമ്മൾ തരണം ചെയ്യാന്നുള്ളതാണ്. എന്തൊരു കാര്യത്തിൽ നെഗറ്റീവ് ഉണ്ടാവുന്നുള്ളത് തീർച്ചയാണ്. സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഫാമിലി നിന്ന് കഴിഞ്ഞാലും നമുക്ക് ഓരോ ദിവസവും നെഗറ്റീവ് കേട്ടുകൊണ്ടേയിരിക്കും. അതായത് പുറത്ത് ആളുകൾക്ക് വേറെ പണികളൊന്നും ഇല്ലാതെ അവരിങ്ങനെ നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ തളർത്താനാണ് ശ്രമിക്കുക. ആ തളർച്ച ഒരിക്കലും ഇല്ലാതെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബിസിനസ് വളർത്തിയെടുക്കാൻ അത്രയ്ക്ക് ഈസിയാണ്. കുറച്ച് നാളത്തെ ഒരു കഷ്ടപ്പാട്, അതായത് ഒരു 2-3 മാസം നമ്മൾ ഇതിന്റെ പിന്നിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആഗ്രഹം, നമ്മുടെ മനസ്സിന്റെ ആഗ്രഹവും നമ്മളുടെ ആവശ്യവും എന്താണോ ആ ഒരു ഇതിനനുസരിച്ച് നമ്മുടെ ജീവിതം മാറിക്കോളും. ഇന്നിപ്പോ എന്റെ സ്ഥലം വരുന്നത് ഒല്ലൂരാണ് കേട്ടോ. ഒല്ലൂര് അവണിശ്ശേരി എന്നാണ് ഞങ്ങളുടെ സ്ഥലത്തിനെ പറയുക. ഒരു പഞ്ചായത്ത് ആണ്, വളരെ ചെറിയൊരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് എനിക്ക് നിങ്ങൾ 2 പേരോട് സംസാരിക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ, ഇത്രയും ധൈര്യത്തോടു കൂടി നിങ്ങളുടെ മുന്നിൽ ഇരുന്നിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ ധൈര്യം തന്നെയാണ്. എന്റെ ഫാമിലിയിൽ ഇപ്പൊ എനിക്ക് 3 മക്കളും ഹസ്ബൻഡും ഞാനാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് എപ്പോഴും ഞാൻ വിചാരിക്കണം, ഞങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പൊ എല്ലാവരും മക്കളെ പുറത്ത് വിട്ട് പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യാണല്ലോ. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഉണ്ടാവും എന്തെങ്കിലും ഒരു ജോലി ചെയ്തെങ്കിൽ, എന്തെങ്കിലും ഒരു ജോലി വെച്ച് ഒരു മാസം ഒരു വരുമാനം ആഗ്രഹിക്കാത്ത വീട്ടമ്മമാര് ചുരുക്കമാണ്. വെറുതെ ഇരുന്ന് സമയം കളയാന്നുള്ളത്. ഈ ഫോണിൽ നോക്കി കളയുന്ന സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 10 രൂപ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്യും. നിസ്സാരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നല്ല നീറ്റായിട്ട് ചെയ്യാം. ഒരു സോപ്പാണ്, അപ്പുറത്തെ സ്ഥലത്ത് 10 രൂപയ്ക്ക് കൊടുക്കണോ, കൊടുത്തോട്ടെ, 20 രൂപയ്ക്കാണോ കൊടുത്തോട്ടെ. നിങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റിയിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഇപ്പൊ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റിനും റേറ്റ് കൂടുതലാണ്, മാർക്കറ്റിനെ അപേക്ഷിച്ച് വളരെ റേറ്റ് കൂടുതലാണ്. പക്ഷെ ഇന്നും എനിക്ക് ഒരു കസ്റ്റമറും എന്റെ അടുത്ത് പോയിട്ടില്ല. ഇപ്പൊ കഴുതപ്പാലിന്റെ സോപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നോർമലി നമ്മൾ ഇപ്പൊ പപ്പായ ഉണ്ട്, റെഡ് വൈൻ ഉണ്ട്, ചാർക്കോൾ ഉണ്ട്, കോഫി ഉണ്ട്, ഒരുപാട് ടൈപ്പ് സോപ്പുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഷവർ ജെല്ല് ചെയ്യുന്നുണ്ട്, ഫേസ് വാഷുകൾ ചെയ്യുന്നുണ്ട്, പിന്നെന്താണ് ലിപ് ബാം ചെയ്യുന്നുണ്ട്. ലിപ് ബാം ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റാതെ തുടങ്ങി, അത്രയും എൻക്വയറി ഉള്ള പ്രൊഡക്റ്റ് ആണ്. കാരണം ലിപ്സ്റ്റിക് എന്ന് പറയുന്ന സാധനത്തിനെ ഫുള്ളായിട്ട് ആളുകൾ ഉപേക്ഷിച്ചു, മനസ്സിലായി. അപ്പൊ ഈ ലിപ് ബാം മതി നമ്മുടെ ചുണ്ടിലേക്ക് നല്ലത് കൊടുക്കുക. അങ്ങനെ ഓരോ ദിവസവും പുതിയത് പഠിച്ച് പുതിയ പ്രൊഡക്റ്റുകൾ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടാണ് നമ്മളിപ്പോ ഇന്ന് വരെ എത്തിയിട്ടുള്ളത്. അപ്പൊ എന്നെ ഇപ്പൊ കുറെ വീട്ടമ്മമാർക്ക് ക്ലാസ് വരണം, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണ് ഞാൻ ഇത് സെയിൽ ചെയ്യേണ്ടത്, നമുക്ക് സെയിൽ ചെയ്യാന്നുള്ളതാണ്. സോപ്പ് എങ്ങനെ സെയിൽ ചെയ്യാം? സോപ്പല്ല, നമ്മുടെ കയ്യിൽ എന്ത് പ്രൊഡക്റ്റും അത് നമ്മൾ തന്നെ എപ്പോഴും നമ്മൾ തന്നെ മാർക്കറ്റ് ചെയ്യാണ് ഏറ്റവും നല്ലത്. നമ്മൾ വേറൊരാളെ ഇതാക്കാതിരിക്കുക. കാരണം നമ്മളോളം നമ്മളുടെ പ്രൊഡക്റ്റിനെ പറയാൻ പറ്റിയവരാരുമില്ല.
നമുക്കാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ അതെങ്ങനെയാണെന്ന് മറ്റൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അതിലൊരു മടി വിചാരിക്കാതിരിക്കുക. എന്റെ പ്രൊഡക്റ്റ് ആണ്, ഞാൻ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതിൽ മറ്റൊരാൾക്ക് നല്ലതാണ് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് എവിടെയും പറയാം. എല്ലാവരും തുടക്കം എന്റെ സമയത്ത് ചോദിച്ചിട്ടുണ്ട്, ഈ സോപ്പ് ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ, എന്തിനാണ് ഈ സോപ്പ് ചെയ്യണത്, ഇപ്പോ മാർക്കറ്റ് ഏറ്റവും കുറഞ്ഞ സോപ്പ് കിട്ടുന്നുണ്ട്, പിന്നെ എന്തിനാ അങ്ങനെ വില കുറഞ്ഞൊരു പരിപാടിയാണല്ലോ ചെയ്യണേന്ന്. മറ്റുള്ളവരുടെ സ്ഥലത്ത് പോയി ജോലി ചെയ്യാൻ ആർക്കും ബുദ്ധിമുട്ടില്ല. സ്വന്തമായി വീട്ടിലിരുന്ന് ചെയ്യുന്നതിനാണ് നാണക്കേട് എന്നൊക്കെ തോന്നുന്നത്. എന്നെ സംബന്ധിച്ചത് തോന്നിയിട്ടില്ല. കാണുന്ന ഓരോ വ്യക്തികളിലും ഞാൻ ബിസിനസ് കണ്ടിരുന്നു. നമുക്ക് റൂട്ടിൽ കാണുന്ന ഒരാളോട് നമുക്ക് ഒരിക്കലും ഈ ബിസിനസ് എന്ന് പറഞ്ഞ സാധനത്തിന് ഏറ്റവും വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരാളെ കാണുമ്പോൾ ആ ഒരാൾ നമ്മുടെ കസ്റ്റമർ ആണെന്ന് നമ്മൾ വിചാരിക്കണം. ഒരുപക്ഷെ അവർ വാങ്ങിക്കുമായിരിക്കില്ല, ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് അവർ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കാം, നമ്മളായിട്ട് അല്ലെങ്കിൽ നമ്മൾ വഴി വേറെ ആരെങ്കിലും പറഞ്ഞവർ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കാം. നമ്മളെപ്പോഴും ആ ഒരു കസ്റ്റമർ കെയർ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് കസ്റ്റമേഴ്സ് പോവില്ല, നമ്മുടെ ബിസിനസ് വളരുകയും ചെയ്യും. കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ ദൈവം. കസ്റ്റമർ നമ്മളെ ഏറ്റവും നന്നായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ നമ്മളെ വിട്ടു പോവില്ല. നമ്മുടെ പ്രൊഡക്റ്റിനെ അവർ ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമ്മളുടെ ഭാഗത്തു നിന്ന് വരുന്ന ഓരോ കാര്യങ്ങൾക്കും അവരെ നമ്മൾ റെസ്പോൺസിബിൾ ആണ്. നമ്മൾ അവർക്ക് അത് സാധനം കൊടുക്കുന്നതിലും നമ്മളവരെടുത്ത് സംസാരിക്കുന്നതിലും എല്ലാത്തിലും. അപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മളൊരാളുടെ അടുത്ത് നമ്മുടെ കാര്യങ്ങൾ ഞങ്ങൾ വീട്ടിൽ ഇത് ചെയ്യുന്നു എന്നുള്ള രണ്ടുപേരെ അറിയാന്നുണ്ടെങ്കിൽ നമ്മൾ പറയണം. അല്ലാതെ നമ്മളിപ്പോ ഒരു പരസ്യം ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിഞ്ഞിട്ടോ മാത്രമല്ല നമ്മളുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് മനസ്സിലാക്കുക. നമ്മൾ എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ എന്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്നത് ചെറിയ സോപ്പുകളാണ് കേട്ടോ. ഞാൻ എന്റെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ടാണ് എന്റെ സ്റ്റാർട്ടപ്പ്. അവിടുന്ന് പിന്നെ നമ്മൾ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കുകയും ഫേസ്ബുക്കിൽ ഞാൻ കൂടുതൽ വാട്സ്ആപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ അങ്ങനെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒന്നും ഒട്ടും ആക്റ്റീവ് ആയിരുന്നില്ല. ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് ഇപ്പൊ നമ്മൾ ചെയ്തു തുടങ്ങിയത്. അതായത് ഇൻസ്റ്റ വഴി മാത്രമേ സെയിൽ വരുള്ളൂ, ഇൻസ്റ്റ കുറച്ചും കൂടി ആക്റ്റീവ് ആവണം എന്ന് എല്ലാവരും പറഞ്ഞു തുടങ്ങിയപ്പോ അത് വളരെ ചെറുതായിട്ട് ഇട്ടാ, അല്ലാണ്ട് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. അങ്ങനെ തുടക്കമിട്ടത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് സെയിൽ ഇന്ന് വളരെ നമുക്ക് ഓപ്പർച്യൂണിറ്റികൾ നമ്മുടെ മുന്നിൽ എടുക്കുകയാണ്. എങ്ങനെ നമുക്കൊരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജസ്റ്റ് ഒരു സ്റ്റാറ്റസ് ആക്കിയാൽ മതി. നമ്മുടെ വീട്ടിൽ എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് സ്റ്റാറ്റസ് ആക്കി കഴിഞ്ഞാൽ അത് എന്താണെന്ന് ചോദിക്കാനും ഇത് സെയിൽ ഉണ്ടോ എന്ന് ചോദിക്കാനും തുടങ്ങിയ ആളുകൾ. അപ്പൊ പണ്ടത്തെ പോലെ നമ്മളിങ്ങനെ അവിടെ ഇവിടെ ഇരിക്കുന്ന ആളുകളെ നമുക്ക് ബുദ്ധിമുട്ടില്ല അവരെ അറിയിക്കാനായിട്ട്. സോഷ്യൽ മീഡിയ അത്രയും ഉപകാരമുണ്ട്. അപ്പൊ ഇനി ചെയ്യേണ്ടത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയി നമ്മൾ എന്താണ് ചെയ്യുന്നത് ആ കാര്യം നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ പഠിക്കണം. അല്ലാതെ നമ്മളൊരു കാര്യത്തിനെ പറ്റി അറിയാണ്ട് വെറുതെ ജസ്റ്റ് ഒരു അവിടെ ഇവിടെയും പറഞ്ഞത് കേട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വീഡിയോ കണ്ടിട്ടോ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കരുത്. നമ്മൾ നന്നായിട്ട് തന്നെ ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനെ പറ്റി നന്നായി പഠിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മളത് ചെയ്യുക. 100% നമ്മുടെ ഭാഗത്ത് ഇത് നന്നായിട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ബിസിനസ് വിജയിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ട്. ഇപ്പോ സോപ്പ് മേക്കിങ്ങും ഷാംപൂ മേക്കിങ്ങും ഫേസ് വാഷ് ലിപ് ബാം അങ്ങനെയുള്ളതിന്റെ ഒക്കെ നടക്കുന്നുണ്ട്. നമുക്ക് ക്ലാസ്സുകൾ പോകുന്നുണ്ട്. അപ്പൊ ഓൺലൈൻ ക്ലാസ് ആണ്. അത്ര ഒരു 2 to 3 hour ഉള്ളൂ. നിങ്ങൾക്ക് ലൈവായിട്ട് നമ്മൾ ക്ലാസ് എടുക്കുകയാണ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് പിന്നീട് വേണ്ട സപ്പോർട്ട് നമ്മൾ ചെയ്തു തരും. അപ്പൊ നിങ്ങൾക്ക് ബേസോ സാധനങ്ങളോ അതിന് വേണ്ടുന്ന എല്ലാ സാധനവും നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് കിട്ടും. നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്റെ നമ്പർ ഞാൻ വാട്സാപ്പ് നമ്പർ താഴെ ആഡ് ചെയ്യാം. ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താലും മതി, ഇല്ലെങ്കിൽ വിളിച്ചാലും മതി. ഞങ്ങൾ എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ആരും മടി പിടിച്ചിരിക്കാതിരിക്കുക. സ്ത്രീകൾ ആയാലും നമ്മളിപ്പോ പഠിക്കുന്ന കുട്ടികളൊക്കെ കൂടുതൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? മറ്റൊരാൾ ചെയ്യണം കാണുമ്പോൾ ആഗ്രഹം ഉണ്ടാവായിരിക്കാം. പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് കുറച്ച് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബിസിനസ് കൊണ്ടുപോകാൻ വളരെ ഈസിയാണ്. പിന്നെ നമുക്ക് ഇവിടെ ഉള്ള സാധനങ്ങളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ ഇപ്പൊ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സോപ്പ് ഇതൊക്കെയാണെങ്കിൽ കൂടി ഡൈ നല്ല റിസൾട്ട് ഉള്ളതാണ്. ഇപ്പൊ എല്ലാവർക്കും അലർജിക്കാരാണ്, അലർജി ആയിട്ടിരിക്കുകയാണ് എല്ലാവർക്കും. അന്നാ മുടി കളർ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പൊ അങ്ങനെ ഗ്രേ കളറായിട്ട് നടക്കാൻ ആഗ്രഹമില്ല. എല്ലാവരും ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതും കൂടി നമ്മുടെ പ്രൊഡക്റ്റ് ആണ് ഓർഗാനിക് ഡൈ. അതൊരു 5 ആഴ്ചയൊക്കെ നമ്മുടെ മുടി മെയിൻറ്റെയിൻ ചെയ്ത് പോകും. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഗ്രേ കളർ വരുന്നത് ആ ഹെയർക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ടും സാധിക്കും. അപ്പൊ അങ്ങനെ കുറെ പ്രൊഡക്റ്റുകൾ ഉണ്ട്. നിങ്ങൾക്ക് അതിനെപ്പറ്റി പഠിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് അതിന്റെ പ്രൊഡക്റ്റ് ഹോൾസെയിലായിട്ട് എടുക്കാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് റോ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അപ്പൊ ഇതിൽ എന്താണോ നിങ്ങളുടെ ആവശ്യം എന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ വാട്സാപ്പ് നമ്പർ കൊടുക്കും, വാട്സാപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അപ്പൊ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണമെങ്കിൽ മാത്രമേ ഞങ്ങളെപ്പോലുള്ളവർക്ക് വിജയിച്ചു പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടു പോകുന്നത്. നിങ്ങളെ പോലെ കാണുന്നവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുമാണ്.
അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ഇനി ആവശ്യങ്ങളുണ്ട്, ഇതിനെപ്പറ്റി സോപ്പ് മേക്കിംഗ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്, അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഇതിൽ എന്നെ കൊണ്ട് അറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരും. അപ്പോൾ വാട്സാപ്പിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവര് താങ്ക് യു.